കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ വേളയെങ്കിൽ നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം നമുക്ക് നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വചനദീപ്തിയുടെ പ്രയർ ഫെലോഷിപ്പിൽ സാക്ഷ്യ കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസി ഷേർലി ബിനു നമ്മുടെ നടുവിലേക്ക് ഇന്ന് പകൽക്കാലത്തെങ്കിൽ സാക്ഷ്യവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്തദാസിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലായിരിക്കുന്നത് നമുക്ക് ഏറെ അനുഗ്രഹമാകട്ടെ. പ്രത്യേകാൽ ദൂരത്തും ചാരത്തുമായി ഇരുന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ലൈവിലൂടെ കർത്താവിന്റെ നാമം, ഈ സാക്ഷ്യം കർത്താവിന്റെ നാമത്തിൽ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും തുടർന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെയും ഈ സാക്ഷ്യത്തെ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് കർത്താവ് അനേകരിൽ എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വേളയെങ്കിൽ കർത്തനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്തദാസിയെ സാക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസി ഇന്ന് പകൽക്കാലം എവിടെ നിന്നാണ് ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്ന് പറയാമോ? ഞാന് മധ്യപ്രദേശ് ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ വചനദീപ്തി എന്ന ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ പേര് കർത്താവിന്റെ ദാസി കുറിപ്പിച്ചതുപോലെ ഷേർലി ബിനു എന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ 25 വർഷമായി നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനും എൻ്റെ 8ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാനും ഒക്കെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അതിനുശേഷമായിട്ടാണ് എൻ്റെ 15ാമത്തെ വയസ്സിലെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ചെറിയ പ്രായം മുതൽ ഇതുവരെയും കർത്താവ് എന്നെ അത്ഭുതകരമായി നടത്തി. അനേക പ്രാവശ്യം മരണകരമായ അനുഭവങ്ങളൊക്കെ കടന്നു വന്നു, മരണകരമായ രോഗങ്ങളൊക്കെ കടന്നു വന്നുവെങ്കിലും ദൈവത്തിന്റെ വലിയ കൃപയാൽ കർത്താവ് ഇടുന്ന ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. മാത്രമല്ല, പ്രവചന പുസ്തകത്തിൽ പറയുന്ന പോലെ കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ ഉപദേഷ്ടാവ് ഹല്ലേലൂയ അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുമെന്നുള്ളതാകുന്ന വാഴ്ത്തത്തെ വചനം പോലെ ഹല്ലേലൂയ കഷ്ടതയുടേതാകുന്ന തീച്ചുളകളിലൂടെ ഒക്കെ കടന്നു പോയ സന്ദർഭങ്ങളിലും എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ച ഒട്ടനവധി ഹല്ലേലൂയ നിമിഷങ്ങളുണ്ട്. കർത്തൃവേലയിലായിരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യകരമായ ഒരു അനുഭവമാണെങ്കിൽ പോലും അവൻ വളരെ ഹല്ലേലൂയ ശോധനകളിലൂടെ കടന്നു വന്ന ഒരു പൊന്ന തീച്ചൂളയിലൂടെ അല്ലെങ്കിൽ പുറത്തു വരുന്നത് പോലെ, ശോധന കഴിച്ച് പുറത്തു വരുന്ന പോലെ പലപ്പോഴും ഒരു ദൈവപൈതലിനെയും കടത്തിവിടാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലൊക്കെ ക്ഷീണിച്ചു പോകാതെ വണ്ണം ഇന്നയോളം പരിപാലിച്ച കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ 8ാമത്തെ വയസ്സിൽ എനിക്ക് റുമാറ്റിക് ഫീവർ എന്ന രോഗം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ആ രോഗം ഏകദേശം ഒരു 18 വയസ്സ് വരെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ദേശത്തെ സെയിം രോഗമുള്ള ഒരു ഹല്ലേലൂയ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഒരു റിലേഷനിൽപ്പെട്ടതായ ഒരു ആന്റിയും സെയിം രോഗമായിരുന്നു. അവർ രണ്ടുപേരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവമായ കർത്താവ് പിന്നെയും ജീവനുള്ളവരുടെ ദേശത്ത് എന്നെ ജീവനോടെ ശേഷിപ്പിച്ച ദൈവത്തിന്റെ ദയയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. മറ്റു കുട്ടികളെ പോലെ പോയി കളിക്കുവാനോ അതുപോലെ അങ്ങനെയുള്ള സന്തോഷങ്ങളിലൊക്കെ പങ്കുചേരുവാനോ ഒന്നും എനിക്ക് ഹല്ലേലൂയ സാധിച്ചിട്ടില്ല. ആമേൻ. കാരണം എനിക്ക് എൻ്റെ ശരീരത്തെ അലട്ടുന്നതായ പ്രയാസം അതുപോലെ ആയിരുന്നു. പെൻഡ്യൂർ എന്ന് പറയുന്നതായ ഒരു പെൻസിലിൻ ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിൽ എടുക്കും. അത് 21 ദിവസം വരെ ആ ഒരു ഇഞ്ചക്ഷന്റെ ഒരു ബലത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകും.
അതിനുശേഷം ആ ഇഞ്ചക്ഷൻ ഞാൻ എടുക്കാൻ വൈകിയാൽ എന്റെ ശരീരത്തിന്റെ ജോയിന്റ്സിനെല്ലാം സ്വെല്ലിംഗ് ഉണ്ടാകുന്ന ഒരു പ്രയാസം എനിക്കുണ്ടായിരുന്നു. അധിക ദൂരം എനിക്ക് നടക്കുവാനോ കയറ്റം കയറുവാനോ പെട്ടെന്ന് മറ്റു കുഞ്ഞുങ്ങളെ പോലെ ഓടിക്കളിക്കാനോ ജോലി ചെയ്യുവാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്റെ ബാല്യകാലം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആ സന്ദർഭങ്ങളിലും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനം പഠിക്കുവാനും ദൈവവചനം, എന്റെ അമ്മ ഒരു വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തയായ ഒരു മാതാവായിരുന്നു. ഞങ്ങളെ വളരെ ദൈവഭയത്തിലും ദൈവകൃപയിലും വളർത്തുവാൻ തക്കവണ്ണം കർത്താവിന് കർത്താവ് കൃപ കൊടുത്തു. അങ്ങനെ ദൈവഭയത്തിൽ വളരുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ ദേശത്ത് കർത്താവിന്റെ വേല ആരംഭിക്കുന്നത് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചായിരുന്നു. അങ്ങനെ അനേക ദൈവദാസന്മാർ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലായിരുന്നു ചെറിയ പ്രായത്തിൽ എൻ്റെ വളർച്ചയുടേതാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാല് അതിനുശേഷം എൻ്റെ ഡിഗ്രിക്ക് ശേഷം എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് കടന്നു പോകാനിടയായി. ഭൗതികമായ ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് അതിലൂടെയൊക്കെ ലഭിക്കുന്ന നന്മ കൊണ്ടൊക്കെ കർത്താവിന്റെ വേല ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു. എനിക്ക് അതിനുശേഷം 3 വർഷക്കാലം ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഞാൻ ആ സെമിനാരിയിൽ പഠിക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ എനിക്കിങ്ങനെ രോഗമുണ്ടെന്നുള്ളതായിരുന്ന കാര്യങ്ങളൊന്നും ആരോടും ഞാൻ അവിടെ വെളിപ്പെടുത്തിയിരുന്നില്ല. ഞാനിപ്പോൾ എൻഡ്യൂർ എടുത്ത് എൻ്റെ ശരീരം ദീർഘവർഷങ്ങൾ എടുത്തത് നിമിത്തം എൻ്റെ ശരീരം ഒരുപാട് ക്ഷീണിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്നതായ സാഹചര്യത്തിൽ ഹല്ലേലൂയ, എന്നെ ഞാൻ ദൈവവചനം പഠിക്കുവാനായി കടന്നു പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ഒരു കസിൻ, ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ആന്റി എന്നോട് പ്രകാരം പറഞ്ഞു, നീ ഒരു പെൺകുട്ടിയാണ്, ഇങ്ങനെ ഒരുപാട് പെൻസിലിൻ ഇങ്ങനെ എടുത്ത് അതൊരു പ്രയാസത്തിന് കാരണമാകാതെ ഹോമിയോപ്പതി മെഡിസിൻ ഇതിനുണ്ട്, അത് നിനക്ക് നൽകി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോമിയോ ട്രീറ്റ്മെന്റിലേക്ക് തിരിയുവാനിടയായി. അങ്ങനെ ഞാൻ ദൈവവചനം പഠിക്കാൻ കടന്നു പോകുമ്പോൾ ഏകദേശം 3 മാസത്തേക്കുള്ള ഒരു ബണ്ടിൽ ഗുളികയുമായിട്ടാണ് ഞാൻ ആ സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് കടന്നു ചെന്നത്. എൻ്റെ റൂമിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ മെഡിസിൻ എടുക്കുന്നുള്ളത്. ഒരു ദിവസം 4 നേരം എനിക്ക് മെഡിസിൻ കഴിക്കണം. ആ മെഡിസിൻ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന്റെ ഹല്ലേലൂയ ആ ഓർഡറുകളെല്ലാം തെറ്റിപ്പോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ചാപ്പൽ സർവീസിന് ഒരു പ്രായമുള്ള ദൈവദാസൻ അന്ന് മെസ്സേജ് തരുവാനായിട്ട് കടന്നു വന്നു. അദ്ദേഹം രോഗശാന്തിക്കൊക്കെ വേണ്ടി വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു. അദ്ദേഹം അന്ന് എടുത്ത വചനം ഫിലിപ്പിയർ 1:23 വചനത്തെ ആസ്പദമാക്കി, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഈ വചനത്തെ ആസ്പദമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രഭാഷണം. അദ്ദേഹം മെസ്സേജ് അല്ലെങ്കിൽ കഴിയുന്നതിന് തൊട്ട് മുൻപായിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ പെൺകുഞ്ഞുങ്ങളാണ്, ഞാൻ നിങ്ങളെ കമ്പല് ചെയ്യത്തില്ല, എന്നാലും നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി നിൽക്കും എന്ന് തീരുമാനിക്കെടുക്കുന്നവർക്ക് കൈവെക്കാൻ പറഞ്ഞു. ഞാൻ കൈയൊന്നും ഉയർത്തിയില്ല. ആമേൻ. അന്ന് എനിക്ക് ഏകദേശം 18 വയസ്സേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ആ ബൈബിളിന്റെ പുറത്ത് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുവാനിടയായി. ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഞാന് മെഡിസിൻ എടുക്കത്തില്ല എന്ന് ഞാൻ തീരുമാനമൊന്നും എടുക്കത്തില്ല, പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ മുൻപാകെ ഞാൻ ആരും അറിയാതെ കർത്താവിനോട് ഒരു സന്നിധി തീരുമാനമെടുക്കുന്നു. ഇന്നു മുതൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന് ഞാൻ മെഡിസിൻ കഴിക്കത്തില്ല, ഞാൻ അതെടുത്ത് കളയും എന്ന് ഞാൻ തീരുമാനമെടുക്കുവാൻ ഇടയായി. നിങ്ങൾ ചോദിക്കും, ആ രോഗത്തിന് വിടുതൽ തന്ന ദൈവത്തിന് മറ്റെല്ലാ രോഗത്തെയും വിടുവിക്കാൻ കഴിയത്തില്ലയോ എന്ന്. തീർച്ചയായും കഴിയും. കർത്താവിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അന്നത്തെ എൻ്റെ ചെറിയ മനസ്സിൽ, എൻ്റെ ചെറിയ ചിന്തയിൽ, അത്ര ചെറിയ ആ തിരിച്ചറിവിൽ ഞാൻ ദൈവസന്നിധിയിൽ അപ്രകാരം പറയുവാനിടയായി. അതിനുശേഷം ഞങ്ങൾക്ക് അന്ന് ചാപ്പൽ സർവീസിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം. അതിനിടയ്ക്ക് ഒരു മിനിറ്റ് പോലും ഗ്യാപ്പ് കിട്ടത്തില്ല. എന്നാൽ ഞാൻ ബൈബിൾ അവിടെ വെച്ചിട്ട് ഞാൻ റൂമിലേക്ക് ചെന്ന് കഥ കടച്ചു. ആരും റൂമിലില്ലായിരുന്നു. ഞാൻ എൻ്റെ ബാഗ് തുറന്ന് എൻ്റെ ആ മെഡിസിൻ മുഴുവൻ എടുത്ത്, ഞങ്ങളുടെ റൂമിന്റെ ബാക്ക് വശം എന്ന് പറഞ്ഞാൽ തെങ്ങൻ തോപ്പായിരുന്നു, കാടൊക്കെ പിടിച്ച് കിടക്കുന്നത്. ഞാൻ അവിടേക്ക് ഈ മെഡിസിൻ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ട് ഈ 3 മാസത്തെ മെഡിസിൻ മുഴുവൻ ആ കാട്ടിലേക്ക് വലിച്ചെറിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ആ ഹല്ലേലൂയ പ്രാർത്ഥനയെ നിരസിക്കുവാൻ ഇടയായി തീർന്നില്ല. പ്രിയ ദൈവമക്കളെ, അതിനുശേഷം ഇന്ന് വരെ ദൈവകൃപയാൽ ആ റുമാറ്റിക് ഫീവർ എന്ന രോഗം എന്നെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നെ
ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ചികിത്സിക്കുന്നതായ ഡോക്ടർ രാധാകൃഷ്ണൻ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അദ്ദേഹം എൻ്റെ സഹോദരിയോട് പറഞ്ഞിരുന്നു, ആമേൻ, അല്ലെങ്കിൽ ഇവൾക്ക് ഒരു കുടുംബജീവിതമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഹാർട്ടിന്റെ സ്തോത്ര വാൽവിനെയൊക്കെ ബാധിക്കുന്നതായ രോഗമാണെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ രണ്ടുപേര് ഞാൻ ദേശത്തുള്ള ഒരു ശോഭ എന്ന് പറയുന്നതായ ഒരു പെൺകുട്ടി, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആകാറുള്ളത്. ഇന്ന് ആ സഹോദരി ഭൂമിയിലില്ല, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തന്നെ ഇറങ്ങി വന്നു. ആമേൻ. ആ തീരുമാനത്തിന്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു, കർത്താവെ, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് കടന്നുപോയി കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ ദൈവമേ എനിക്ക് ആയുസ് നൽകി തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന ഒരു തീരുമാനമെടുക്കുവാനിടയായി. എനിക്ക് വളരെ താല്പര്യമായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു വരണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ദൈവം ആ ആഗ്രഹത്തെയും മാനിക്കുവാൻ ഇടയായി. 99-ൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടതായ രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് നൽകി തന്നു. അതിനുശേഷമായിട്ട് 99-ൽ തന്നെ വിവാഹം കഴിഞ്ഞതിന് ആ മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അവിടെ ഏകദേശം 4 മാസത്തോളം താമസിച്ചതിന് ശേഷം വീണ്ടും മധ്യപ്രദേശില് ഞങ്ങൾക്ക് മണ്ഡിദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്കായിട്ട് കടന്നു. ഒരു ചെറിയ സഭയായിരുന്നു. ആമേൻ. ഹിന്ദിയുടെ ഒരു വീട് പോലും എന്ന് പറയുവാൻ അറിയാത്തതായ ആ കാലഘട്ടത്തിൽ അവിടെ കടന്നു വന്ന കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിന്റെ ഞങ്ങൾ അവിടെ 3 വർഷക്കാലം ശുശ്രൂഷ കാലഘട്ടത്തിന് ഒരു ഔട്ട് സ്റ്റേഷൻ വർക്ക് പല ഭാഷക്കാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവിടെ കടന്നുപോയി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരണമേന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് 3 വർഷത്തിന് ശേഷം അവിടെ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാനായിട്ട് കടന്നു വന്ന് ഏകദേശം 19ഓളം വർഷം ഛത്തീസ്ഗഡിലെ പല സഭകളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ തന്നു. കർത്താവിന്റെ കൃപയിൽ ഹല്ലേലൂയ ആശ്രയിച്ച് പറയട്ടെ, ഒരു 7 വർഷക്കാലം ആമേൻ ഹല്ലേലൂയ ചില വില്ലേജുകളിൽ കടന്നുപോയി കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാനും കർത്താവ് ഭാഗ്യം നൽകി തന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നല്ല ചർച്ചകളിലും അവിടെ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നു. അങ്ങനെ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായും ഉപകാരങ്ങൾക്കായും സ്തോത്രം. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ദൈവം അനവധി തീച്ചുളയ്ക്ക് സമാനമായ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു കാലത്തും മധ്യപ്രദേശിൽ ഞങ്ങൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കും. അത് ചെറിയ പ്രായമാണ്. എൻ്റെ മൂത്ത മകൾക്ക് ഏകദേശം 1 വയസ്സ് പ്രായമേയുള്ള എനിക്ക് മലേറിയ എന്ന രോഗം എന്നെ പിടിപെട്ടുകയായി. എനിക്ക് ആ മലേറിയയ്ക്ക് ഉപയോഗിച്ചതായ മെഡിസിൻ എനിക്കത് അലർജിയായി മാറി. എൻ്റെ നാക്ക് ഒരുപാട് പുറത്തേക്ക് നീണ്ടുവരുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ കർത്താവിനെ അത്ഭുതകരമായ രീതിയിൽ വഴി നടത്തി. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ണുനീരിന്റെ താഴ്വരയിലും ഒക്കെ കടന്നുപോയപ്പോഴും ദാവീദ് പറഞ്ഞ പോലെ കൂരിലൊരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ആമേൻ. കൂരിരുളിന്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നപ്പോഴും കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് വഴി നടത്തിയ ഒട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഇറങ്ങി വന്ന് നേരിട്ട് വന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ച ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. ദൂതനെ പോലെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ അറിയാത്ത ജീവിതങ്ങളെ അയച്ച് ഞങ്ങൾക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തി ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എവിടെ നിന്ന് വന്നെന്നറിയത്തില്ല, എവിടേക്ക് പോയെന്നറിയത്തില്ല. അങ്ങനെയൊക്കെ ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, സാധാരണയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങള് ഭോപ്പാലിന്റെ പ്രദേശത്തെ മണ്ഡിദ്വീപിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു സന്ധ്യാസമയം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു വാർദ്ധക്യമുള്ള ഒരു പിതാവ് കടന്നു വരുവാൻ മെലിഞ്ഞ് വളരെ ശോഷിച്ചതായ ഒരു ക്ഷീണിതനായ ഒരു പിതാവ് കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്നിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ താമസിച്ചു. ആർക്കും അറിയത്തില്ല അദ്ദേഹം എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് പോകുന്നു ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിച്ചു. അന്ന് രാത്രി ഞങ്ങളും ഭയന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചാൽ എന്ത് പറയും, നമുക്ക് ആരെ അറിയത്തില്ലല്ലോ. എന്നാലേ
ഞങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അദ്ദേഹം ഞങ്ങളോട് പറയുമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനല്ലേ ചിന്തിച്ചത്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനല്ലേ പറഞ്ഞത് എന്ന് പറയുമായിരുന്നു. ഞങ്ങൾക്ക് ഭയമായി, ഇദ്ദേഹം ആരാണ് നമ്മുടെ കൂടെ വന്ന് താമസിക്കുന്നത്. അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. ഞങ്ങള് ഞങ്ങളുടെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ അവർ പറഞ്ഞു, ഞങ്ങൾ പാസ്റ്റർ വിഷമിക്കണ്ട, അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലം, പാസ്റ്റർ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഈ ഹാളിന് ചുറ്റും, നിങ്ങൾ താമസിക്കുന്ന ഈ വീടിന് ചുറ്റും റോന്ത് ചുറ്റാം, രാത്രിയിലെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഓടി വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇദ്ദേഹത്തിന് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല. വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഇദ്ദേഹം കാലടി ഒരു പായിട്ട് മുഴങ്കാലിൽ നിന്ന് രാത്രി മുഴുവൻ നിന്ന് പ്രാർത്ഥിക്കുക. പിറ്റേന്ന് രാവിലെ അദ്ദേഹം എഴുന്നേറ്റു. ഞങ്ങളുടെ അന്നത്തെ ആ ചെറിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടുന്നൊക്കെ ഭക്ഷിപ്പാനായിട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാന് ഒരു ദർശനം നിങ്ങളെ കുറിച്ച് കണ്ടത് പറയാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു വെച്ചിട്ടുണ്ട്. അതിനകത്ത് വലിയ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലൊന്നും അതിനകത്തൂടെ നന്മ വരുത്തില്ല. ഒരു നൂൽ, അതിനകത്ത് നൂലിൽ നിന്ന് വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരത്തിൽ നിന്ന് ഒരു ഉറവയാണ് നിങ്ങൾക്ക് തുറന്നിരിക്കുന്നത്. അതൊരിക്കലും വറ്റിപ്പോകത്തില്ല. ആമേൻ. അത് ഒരുപാടൊന്നും കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം ഉതകത്തക്ക നിലയിൽ ഞാൻ അതിനെ കാലം വറ്റിച്ചു കളയാതെ നിർത്തും. ഈ ഒരു ദർശനം ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിറ്റേന്ന് അദ്ദേഹം ഒരു 10 മണിയോടടുത്തപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല വ്യക്തി ആരാണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ ആ ദൈവിക വെളിപ്പാട് ഇന്ന് ഇതുവരെ ഈ 25 വർഷമായിട്ടും കർത്താവ് അത് നിറവേറ്റിക്കൊണ്ടിരിക്കുക. ആമേൻ. ഹാലലൂയ. കുഞ്ഞുങ്ങളുടെയൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും ഹാലലൂയ കരുതി വെക്കാൻ, കൂട്ടിവെക്കാനൊക്കെ ഹാലലൂയ സ്തോത്രം ഇല്ലെങ്കിലും ദൈവം അതാത് സമയങ്ങളിൽ അത്ഭുതത്തിൻ്റെതാകുന്ന കരങ്ങളെ കർത്താവ് നീട്ടി അല്ലെങ്കിൽ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഛത്തീസ്ഗഡിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ സാക്ഷ്യം ഷോർട്ടായിട്ട് പറയുവാനായിട്ടാണെങ്കിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടെന്നാൽ എല്ലാം നമ്മൾ പരിജ്ഞാനത്തോടെ പറയണമല്ലോ. അതൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്നതായ സാഹചര്യത്തില് പലപ്പോഴും ഒരുപാട് ഒറ്റപ്പെടലുകളും ഒത്തിരി മാറ്റി നിർത്തലുകളും ഒക്കെ ഒത്തിരി റിജക്ഷനുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവം ഹല്ലേലൂയ തന്റെ ദാതാ സമയങ്ങളിൽ വചനം വാഗ്ദത്തം നൽകി തന്ന് അവിടുന്ന് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളോ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളോ ഒക്കെ അനുഭവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ, അതൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മെ സ്ട്രോങ് ആക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിന്റെ മാധുര്യം അപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും അന്നേരം കയ്പായി തോന്നിയാലും പിന്നീട് നമുക്കത് വളരെയധികം മധുരകരമായ ഓർമ്മകളായിരിക്കും നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. സ്തോത്രം. എനിക്ക് ഒരു സർജറി ഒക്കെ നടക്കുവാനിടയായി തീർന്നു. ധരണിയായിട്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ സർജറി ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ശാരീരികമായിട്ടൊക്കെ വളരെ വീക്ക്നെസ് ആയിരിക്കുന്ന സന്ദർഭങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു ഈ ഓൾ ഇന്ത്യ കൊയിലയുടെ ആ ദേശത്ത് എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലെ കൊയിലയൊക്കെ എടുക്കുന്നതായ ആ പിന്നെ സ്ഥലത്ത് ഞങ്ങള് കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തില് ഏകദേശം 1 വർഷമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന ആ സന്ദർഭങ്ങളില് എനിക്ക് പെട്ടെന്ന് എന്റെ ശരീരം വളരെ വീക്കാകാനായിട്ട് തുടങ്ങി. ഞാൻ നിൽക്കുന്ന നിപ്പിൽ എനിക്ക് തളർന്നു വീഴുന്ന പോലുള്ള ക്ഷീണങ്ങൾ തോന്നി. ഒന്നും ചെയ്യാനൊരു ഊർജ്ജസ്വലത ഇല്ലാതെയായി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം പെട്ടെന്ന് ഞാനും എൻ്റെ ഇളയ കുഞ്ഞും കൂടെ, അന്ന് അവൻ കൊച്ചു കുഞ്ഞാണ്, അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് അവിടെ ചെന്നു. ഒരു ദിവസം ഒരു രാത്രി എൻ്റെ രണ്ടാമത്തെ ബ്രദറിന്റെ ഭവനത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പെട്ടെന്ന് താഴേക്ക് അങ്ങ് വീണു. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് താഴേക്ക് വീഴുവാനിടയായി. അർദ്ധരാത്രി സമയമാണ്. ആ വീട്ടിൽ അന്നേരം സഹോദരനില്ല. എൻ്റെ സിസ്റ്ററിലോയും ഞാനും മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളില്ല. നേരം വെളുക്കട്ടെ എന്ന് ഓർത്ത് അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഡ്രഗ്സ് എടുക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും അങ്ങനെ എടുത്തിട്ടുള്ള വ്യക്തിയല്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ലിവർ എല്ലാം വല്ലാതെ ഹല്ലേലൂയ വളരെയധികം അത് കേടായിരിക്കുന്നല്ലോ. ഒരു 80% നിങ്ങളുടെ ലിവർ ഖരാബായിരിക്കുകയാണ്.
നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അന്നായിരുന്ന സ്ഥലത്ത് നല്ല ഹോസ്പിറ്റലുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഹോമിയോയുടെ ഒരു ഡോക്ടറെ അടുത്ത് കടന്നു പോകും. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഡോക്ടറാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീടാണ് അറിയുന്നത് അത് ഡോക്ടറാണോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ആസിഡ് പോലൊരു സാധനം, ഈ മരുന്നിന്റെ ഗുളികയുടെ ടാബ്ലറ്റിനകത്തൊഴിക്കുന്ന ഡ്രോപ്പ്, അത് ഡയറക്റ്റ് നാക്കിൽ ഒഴിച്ചു തരും. എനിക്കും തരും, മോനും തരും. കുഞ്ഞിന് എന്തെങ്കിലും രോഗമുള്ളപ്പോൾ അവിടെയാണ് ഞങ്ങൾ കൊണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്കത് റിലീഫ് ഉണ്ടാകും. പെട്ടെന്ന് ഒരു സ്വസ്ഥത നമുക്കുണ്ടാകും, ആശ്വാസം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഈ മെഡിസിൻ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുമ്പോൾ അങ്ങോട്ട് ചെല്ലും, അദ്ദേഹം മെഡിസിൻ തരും. നല്ല കൈപ്പുണ്യമുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും പറയും. അങ്ങനെ അത് കഴിക്കുവാനിടയായി തീർന്നു. ഇതെന്റെ ശരീരത്തിന് ഒരുപാട് എഫക്റ്റായി. ചില മാസങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ കഴിച്ചു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എന്റെ ലിവറിന് ഇങ്ങനെ പ്രോബ്ലം ആക്കി. അതിന് മുൻപ് എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ പ്രയാസങ്ങൾ 2 പ്രാവശ്യം വന്നിരുന്നു. അതിൽ നിന്നൊക്കെ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. അങ്ങനെ ഇരിക്കുന്നതായ സാഹചര്യത്തില് എന്നെ ചികിത്സിച്ചു കൊണ്ടിരുന്നതായ ഡോക്ടർ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് കടന്നുപോയി. പിന്നീട് അവിടെ ജൂനിയർ ഡോക്ടേഴ്സാണ്, ആരുമില്ല, അത്ര മെഡിസിൻ അറിയാവുന്നവരാരും ഇല്ല. അങ്ങനെ എന്തായാലും കൊള്ളാം. എന്റെ ശരീരം ഓരോ ദിവസം കഴിയും തോറും വളരെ വളരെ വീക്കായിക്കൊണ്ടേയിരുന്നു. എനിക്ക് എഴുന്നേറ്റിരിക്കാനായിട്ട് പറ്റുന്നില്ല, ഒന്നും ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്റെ കർത്താവ്, എന്റെ കരം എന്നെ താങ്ങി. ആ ഡോക്ടർ കടന്നു വരുന്നത് വരെ, അദ്ദേഹം 3-4 ദിവസം കഴിഞ്ഞാണ് കടന്നു വന്നത്. അദ്ദേഹം വന്നാണ് പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് എനിക്ക് തുടങ്ങുന്നത്. അതുവരെ കർത്താവ് ഹല്ലേലൂയ എന്നെ അത്ഭുതകരമായ രീതിയിൽ സൂക്ഷിച്ചു വെച്ചു എന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് കഴിയും. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ആമേൻ. ഹല്ലേലൂയ. കോവിഡിന്റെ സമയമായി ഞാന് ഹല്ലേലൂയ ഛത്തീസ്ഗഡിൽ ഞങ്ങളായിരിക്കുന്നതായ സന്ദർഭത്തിൽ എല്ലാവർക്കും ഭവനത്തിൽ ഞങ്ങൾ 4 പേരുണ്ട്. 3 പേർക്കും കോവിഡ് കടന്നു വരുവാനിടയായിട്ടും. അങ്ങനെ കോവിഡ് കടന്നു വന്നു. അവരെയൊക്കെ ശുശ്രൂഷിപ്പാനുള്ളതാകുന്ന ഒരു ആരോഗ്യവും ബലവും ഒക്കെ കർത്താവ് എനിക്ക് തന്നു. എനിക്ക് ലാസ്റ്റിലാണ് കോവിഡ് കടന്നു വന്നത്. അവർക്ക് 3 പേർക്കും കടന്നു വന്നു. സീരിയസ് ആയിരുന്നു. മോനൊക്കെ ഒരുപാട് ടയേർഡായ സന്ദർഭങ്ങളായിരുന്നു. എന്നാല് ലാസ്റ്റില് എനിക്ക് കോവിഡ് വന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് 3 പേർക്കും വന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും അതിന്റെ തീവ്രത വളരെ കഠിനവുമായിരുന്നു. എനിക്ക് ശ്വാസം എടുക്കാനായിട്ട് കഴിയത്തില്ല. എനിക്ക് അതിഭയങ്കരമായ ശരീരമായ ക്ഷീണം ഒക്കെ ആയിട്ട് ഞാൻ ഏകദേശം 21 ദിവസക്കാലം ശ്വാസം മുട്ടലിനാലെ വളരെയധികം ഭാരപ്പെടുവാനിടയായിട്ട്. അങ്ങനെ ഞാൻ ഒരു രാത്രി ഞാൻ എൻ്റെ സഹോദരിയുടെ ഭവനത്തില് ഞങ്ങള് അവിടെ ഛത്തീസ്ഗഡില് താമസിച്ചുകൊണ്ട് അവിടെ ഒരു വില്ലേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം 21ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് തീരെ പിന്നെ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാത്തൊരു രാത്രി ഉണ്ടായി. നമുക്കറിയാമല്ലോ, കോവിഡിന്റെ സമയത്ത് ആർക്കും ആരെയും വന്ന് സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഞങ്ങളുടെ ചുറ്റുപാടുകളിലെല്ലാം ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല, മരിച്ചു വീഴുന്ന ഒരു അനുഭവം. ഹോസ്പിറ്റലുകളൊക്കെ കോവിഡ് പേഷ്യന്റിനെ കൊണ്ട് നിറഞ്ഞിട്ട് അതിന്റെ വെളിയിൽ പോലും പേഷ്യന്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടാനില്ല. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് പറയും, നല്ല ഫുഡൊക്കെ കഴിക്കണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ല വിറ്റാമിൻസ് കഴിക്കണം. പക്ഷെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും പോയി വാങ്ങിക്കാനായിട്ട് യാതൊരു സാഹചര്യങ്ങളുമില്ല, കടകളില്ലാത്ത സാഹചര്യം. അങ്ങനെ ഇരിക്കുന്നതായ സാഹചര്യം കർത്താവ് നടത്തിയ ഒത്തിരി അത്ഭുതത്തിന്റെ വഴികളുണ്ട് ദൈവമക്കളെ. ആമേൻ. ഹല്ലേലൂയ. ഒരു ഫ്രൂട്ട്സ് കാണാനില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മുറ്റത്ത് ഒരു ഏത്തവാഴ ഉണ്ടായിരുന്നു. ആ ഏത്തവാഴ കൊല ഞങ്ങളിങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് പൊതിഞ്ഞു നിർത്തി. അടുത്തുള്ള പറമ്പുകളിലൊക്കെ വലിയ ഹല്ലേലൂയ വാനരന്മാർ വന്ന് അവരുടെ കൃഷികളൊക്കെ നശിപ്പിച്ചപ്പോൾ നമ്മുടെ ഈ വാഴക്കൊലയിലേക്ക് അതിന്റെ കണ്ണുകളൊന്നും പതിയാതെ ദൈവം അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയെന്ന് തന്നെ ഞാൻ പറയാം. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞാന് ഹല്ലേലൂയ എന്റെ മകനെ ഒരു ലാഡർ വെച്ച് അവനെ ഒരു മതിലിനോട് ചേർന്ന് നിൽക്കുന്ന വാഴയാണ്, അവിടെ അതിന്റെ ആ ലാഡറയിൽ കൂടെ അവനെ കയറ്റിയിട്ട് ഓരോ ദിവസവും ആ കെട്ട് ഞങ്ങൾ ആ പ്ലാസ്റ്റിക് അഴിച്ചു നോക്കിയിട്ട് എല്ലാ ദിവസവും ദൈവമക്കളെ ഞങ്ങൾ 4 പേരാണ്, 4 പഴം വീതം എല്ലാ ദിവസവും പഴുത്ത് ലഭിക്കും. 5 ആകത്തില്ല, 3 ആകത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത കരം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊരു നിസ്സാരമെന്ന് തോന്നിയാലും അന്നത്തെ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്കതൊരു വലിയ ദൈവപ്രവൃത്തി തന്നെയായിരുന്നു. എല്ലാ ദിവസവും ഏകദേശം 10-50 കായുള്ള ആ വാഴക്കുല എല്ലാ ദിവസവും 4 പഴം വീതം അതിൽ പഴുത്തു നിൽക്കും. ശത്രുവിന്റെ കണ്ണുകളൊന്നും അതിൽ പതിയുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതൊരു ഏത്തപ്പഴം ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹല്ലേലൂയ അത്ഭുതമാണ് നമുക്ക്
ആമേൻ സ്തോത്രം. ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 21ാമത്തെ രാത്രി ഞാന് മുകളിലത്തുള്ള ഫ്ലോറിലായിരുന്നു, അന്ന് റൂമിലായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും താഴെ കർത്താവിന്റെ ദാസൻ മുകളിലത്തെ ഫ്ലോറിൽ തന്നെ അപ്പുറത്തൊരു റൂമിൽ ഉറങ്ങുന്നു. ഞാന് അർദ്ധരാത്രിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കൂളർ വെച്ച ആൾക്കാരെല്ലാം ഉറങ്ങുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് ഒരു 5 മിനിറ്റെങ്കിലും എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ കർത്താവ് എനിക്കൊരു അവസരം നൽകി തന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. എന്നാൽ എനിക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ കഴിയാതിരിക്കുന്ന സന്ദർഭം. തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, മരണത്തിന്റെ വാർത്തകളാണ് എവിടെ നിന്നും കേൾക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അന്ന് രാത്രി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. മുട്ടുമടക്കിയിട്ട് ഞാൻ കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഏകദേശം 3 മണിയായി. ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കപ്പെട്ടവളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവെ, ഇത്രയും വർഷക്കാലം കർത്താവിന്റെ മഹത്വമുള്ള വേല അല്പമായ രീതിയിലെങ്കിലും വലിയ ശുശ്രൂഷകളൊന്നും ചെയ്തില്ലെങ്കിലും കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. അമേൻ ഹല്ലേലൂയ. അവരുടെ ഒരു ഭാവി കണ്ടിട്ടില്ല. ഇളയ മോനെന്ന് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് 2 പഠിക്കുക. അതുകൊണ്ട് കർത്താവെ, ഞാൻ എന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചെങ്കിൽ കർത്താവെ, അങ്ങ് എന്നെ ഇന്ന് രാത്രി ശുദ്ധീകരിച്ചെടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് ആ കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാനിടയായി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദൈവശബ്ദം ഹല്ലേലൂയ എന്റെ കാതിലേക്ക് കേട്ടു. എന്നോട് ഇപ്രകാരമാണ് ഞാൻ കേട്ടത്. നീ അമേൻ ഹല്ലേലൂയ ആ ഗെത്സമന മുതൽ ഗോൽഗോഥ വരെ ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി അനുഭവിച്ച വേദനകളും ആ പങ്കപ്പാടുകളും നീ ഒന്ന് ധ്യാനിച്ചേ. നീ ആ ഗെത്സമനയിലേക്കൊന്ന് കടന്നു വന്നേ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ അനുഭവിച്ച ഈ വേദന ഓർക്കുമ്പോൾ ഇത് ഒന്നും ഇല്ല എന്ന് നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോഴും എനിക്ക് നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. ഞാൻ ആ കട്ടിലയിൽ ഇങ്ങനെ ഇരുന്നപ്പോ ദൈവമക്കളെ ഹല്ലേലൂയ എന്റെ ചെവിക്കകത്ത് ആരോ ഹല്ലേലൂയ റെക്കോർഡ് ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് കേൾക്കുന്നത് പോലെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഒരു ഇയർഫോണിലൂടെ ഞാൻ ഒരു പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ എന്റെ കർത്താവ് ഹല്ലേലൂയ എനിക്ക് ഓരോ വരികളും പാടി പാടി തരുവാൻ ഇടയായി തീർന്നു. കാൽവറി ക്രൂശിൽ നിനക്കായി രക്തം ധാരയായി ചിന്തിയല്ലോ, എൻ അടിപ്പിണരാൽ സൗഖ്യം നിനക്കെന്നും ഉള്ളതല്ലോ. കൈവിടുകയില്ല ഞാൻ നിന്നെ, കൂരിരുളിന്റെ താഴ്വരയിൽ ഏകയായി നീ സഞ്ചരിക്കലും ദീപമായി ഞാൻ ചാരയുണ്ടല്ലോ. ഈ പാട്ട് ആമേൻ ട്യൂണോട് കൂടെ തന്നെ, ഈ പാട്ടിന് ഒരിക്കലും ഞാൻ എഴുതിയെന്ന് ഞാൻ അവകാശപ്പെടത്തില്ല. ഇതിന്റെ ഓതർ എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര. യൂട്യൂബിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും. മോസസ് ടൈറ്റസിനെ കൊണ്ട് ആ പാട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. 3 സ്റ്റാൻസയും ഒരു കോറസുമുള്ള ആ പാട്ട് എന്റെ കർത്താവ് അന്ന് രാത്രി എനിക്ക് പാടിത്തന്നു. ഞാൻ നോക്കിയപ്പം പേനയൊന്നും എൻ്റെ ആ റൂമിലില്ല. എൻ്റെ ആ മൊബൈലിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ചെവിക്കകത്ത് കേൾക്കുന്ന ഈ ഗാനം ഞാൻ അധരത്തിലൂടെ ഞാൻ പാടി. ഹല്ലേലൂയ. എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യാതെ ആ സിറ്റുവേഷനിൽ ആ പാട്ട് ഞാൻ കർത്താവ് എനിക്ക് ചെവിക്ക് പാടി തന്നത് അതുപോലെ ഞാൻ പാടി റെക്കോർഡ് ചെയ്യുവാനിടയായി. ഞാൻ എന്നിട്ട് ഭവനത്തിൽ ആരോടും പറഞ്ഞില്ല. പിറ്റേന്ന് എനിക്കിങ്ങനെ കർത്താവ് ഒരു പാട്ട് തന്നു. ഞാൻ ഈ പാട്ട് പാടി ആ 3 മണി കഴിഞ്ഞ സമയത്ത് ആ പ്രഭാതയാമത്തിൽ 6 മണി വരെ ഞാൻ ആ കട്ടിലിൽ നിന്ന് അന്യഭാഷയിൽ ആരാധിപ്പാനിടയായി തീർന്നു. ദൈവമക്കളെ, അന്ന് രാത്രി 6 മണി പ്രഭാതത്തിൽ 6 മണിയായപ്പോൾ എന്റെ കർത്താവ് എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ആ ബ്രീത്തിങ് പ്രോബ്ലമോ ആ കോവിഡിന്റെ പ്രയാസങ്ങളൊന്നും എന്നെ അലട്ടിയില്ല. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ദൈവം അനുവദിച്ചില്ല. വീട്ടിൽ തന്നെ ആമേൻ ഹല്ലേലൂയ ഡോളോയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. ആ 21ാമത്തെ ആ പ്രഭാതയാമത്തിൽ 6 മണിയായ സമയത്ത് എന്റെ കർത്താവിന്റെ അത്ഭുത കരം ഒരു പാട്ടിലൂടെ ഇറങ്ങി വന്ന് ഹല്ലേലൂയ എന്നെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഞാൻ നിനക്ക് നൽകി തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഈ വൈകിയ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും വേദനയോടെ ഏതെങ്കിലും മാറാ രോഗങ്ങളോട് ഭാരപ്പെടുന്നെങ്കിൽ എന്റെ കർത്താവിന് ഒരൊറ്റ നിമിഷം മതി, കർത്താവിന്റെ ഒരു വാക്ക് മതി നമ്മളെ സൗഖ്യമാക്കുവാൻ. അത് എത്ര മാരക രോഗമായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ വൈറസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആമേൻ നിർമൂലമാക്കുവാൻ നമ്മുടെ കർത്താവിന് ഒരു വാക്ക് മതി. എന്റെ കർത്താവ് എന്നോട് ആമേൻ എപ്പോഴൊക്കെ ഞാൻ വേദനപ്പെട്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതെല്ലാം വചനത്തിലൂടെ സംസാരിക്കും, അതിനേക്കാൾ ഉപരിയായി പാട്ടിലൂടെയാണ് കർത്താവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഏകദേശം 30 പാട്ടുകൾ അപ്രകാരം എഴുതുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ ചെയ്തു. 4 റിലീസാക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമ്മുടെ വേദനയിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ
ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ സ്നേഹമാർന്ന കരം അത് ചിലപ്പം പാട്ടിന്റെ രൂപത്തിലൂടെ ഒക്കെ കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ ദിവസങ്ങൾ പിന്നിട്ടു. ഞാൻ ഈ പാട്ട് ഹല്ലേലൂയ എല്ലാം ഒരു ഹല്ലേലൂയ പേപ്പറിലൊക്കെ എഴുതി ഞാൻ വീണ്ടും വീണ്ടും ഇത് പാടുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ദൈവമക്കളെ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് മീറ്റിങ്ങുകൾ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും സൂമിലൂടെ അത് എനിക്ക് അത് ലഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. എന്റെ സാക്ഷ്യം കേട്ടതായ ചില സഹോദരിമാരാണ് ഈ പാട്ട് പുറത്തിറക്കണമെന്ന് പറഞ്ഞ് അവര് തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് മോസസ് ടൈറ്റൻസിനെ കൊണ്ട് പാടിക്കുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ പാട്ട് കേട്ടിട്ട് പല പ്രിയപ്പെട്ടവര് അതിനകത്ത് കമന്റ് എഴുതുവാനിടയായി, എന്നെ ഡയറക്റ്റ് വിളിക്കുവാനിടയായി. കാറിലൂടെ ഒക്കെ അവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വളരെ തീച്ചൂളുടെ അനുഭവത്തിലൂടെ, ഒറ്റപ്പെട്ടതിന്റെ അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ പാട്ടിന്റെ ഓരോ വരികളും അവരുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ധൈര്യവും പ്രത്യാശയും നൽകിയെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ആ മാതാവ് ആ കുഞ്ഞ് ഉരുവാകുന്ന സമയം മുതൽ ഒരുപാട് വേദനകളും ഒരുപാട് ശാരീരിക ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആ കുഞ്ഞിനെ വേദനയോടെ പ്രസവിച്ചു കഴിയുമ്പോൾ, ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ഈ പ്രസവത്തിന്റെ വേദനകളെല്ലാം മറക്കും. അതുപോലെ ആ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായി തീരേണ്ട ഒന്ന് പുറത്തു വരണമെങ്കിൽ നാം ചില വേദനകളിലൂടെ ചില തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എനിക്ക് ആമേൻ ഹല്ലേലൂയ വേറൊരു സൂം മീറ്റിംഗിൽ ദൈവവചനം സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് വന്ന മെസ്സേജ് കേട്ട് ഞാന് ആ ദൈവസന്നിധിയിൽ കരയുവാനിടയായി. കാരണം ഹല്ലേലൂയ, ഞാൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ പറഞ്ഞതായ ദൈവത്തിന്റെ വചനം വിഷാദ രോഗത്തിൽ വിഷാദ രോഗത്താൽ ഭാരപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് ആ ഹല്ലേലൂയ വചനം ആശ്വാസമായി കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ ചില കഷ്ടതകളിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകേണ്ടി വരുമ്പോൾ ആമേൻ, കർത്താവ് മാറിയിരുന്ന് നമ്മളെ ഹല്ലേലൂയ പരിഹസിക്കുന്നവനല്ല. നമുക്ക് തോന്നും ആ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയാണെന്ന്. കർത്താവിന്റെ കണ്ണ്, ആ ഉപദേഷ്ടാവിന്റെ കണ്ണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളൊക്കെ കേൾക്കാറുള്ളത് പോലെ ഹല്ലേലൂയ ആ തട്ടാന്റെ മുഖം ആ പൊന്നിൽ പ്രകാശിക്കുമ്പോൾ തട്ടാന് മനസ്സിലാകും ഈ പൊന്ന് ഞാൻ ഉദ്ദേശിച്ച പരുവമായെന്ന്. നമ്മുടെ ഹല്ലേലൂയ സ്തോത്ര കർത്താവിന്റെ മുഖം നമ്മിൽ പ്രതിബിംബിക്കുന്നത് മനസ്സിലാകുമ്പോൾ മാത്രമേ ആ ശോധനയിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷീണിച്ചും തളർന്നും ഒന്നും പോകുവാൻ ഇടയായി തീരരുത്. കോവിഡ് എന്ന മഹാവ്യാധി 2 പ്രാവശ്യം എനിക്ക് കടന്നു വന്നെങ്കിലും മരണത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ആ കോവിഡിന്റെ മൂർധന്യതയിലായിരിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ഒരു വിദേശ രാജ്യത്ത് ജയിലറയിൽ കഴിയുന്ന 2 പേർക്ക് വേണ്ടി ഹല്ലേലൂയ അവരുടെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആമേൻ ഹല്ലേലൂയ ആ വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന സമയത്ത് ഹല്ലേലൂയക്ക് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അവരോട് അറിയിപ്പാനും ഈ കഷ്ടതയുടെ കാഠിന്യത്തിൽ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ കഷ്ടങ്ങൾ അനേകരുടെ ആശ്വാസത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷമായിട്ട് ആമേൻ ഹല്ലേലൂയ ഇപ്പോൾ ഞങ്ങള് ഭോപ്പാലിന്റെ പ്രദേശത്ത് മധ്യപ്രദേശിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നടത്തുന്ന അത്ഭുതമാകുന്ന വഴികൾക്കായി സ്തോത്രം. ദാനമായി തന്ന 2 കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. മൂത്ത കുഞ്ഞിന് കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ അവൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ആമേൻ വിദേശ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ഒരുപാട് കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം ആമേൻ അതാത് സമയങ്ങളിൽ നിറവേറ്റി തന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവം ആർക്കും കടക്കാരനല്ല. നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നതും ഒക്കെ അതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ ഒരംശം മാത്രമേ ഹല്ലേലൂയ ഇവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ഹല്ലേലൂയ വരവ് വരെ വിശ്വസ്തയായി അന്ത്യം വരെ നിൽക്കുവാൻ തക്കവണ്ണം എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാകുന്നു. ഹല്ലേലൂയ. ഞാൻ ആ എഴുതിയ പാട്ടിന്റെ ഒരു 4 ലൈൻ മാത്രം പാടി എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ നീനക്കാ രക്തം ധാരയായി ചിന്തിയല്ലോ, എന്നാടി പിണരാൽ സൗഖ്യം നീനക്കെന്നുമുള്ളതല്ലോ. കൈവിടുകയില്ല ഞാൻ നിന്നെ, കൂരിരുളിൻ താഴ്വരയതിൽ ഏകയായി നീ സഞ്ചരിക്കിലും
ദീപമായി ഞാൻ ചാരയുണ്ടല്ലോ, ഏകയായി നീ സഞ്ചരിക്കിലും ദീപമായി ഞാൻ ചാരയുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രക്കൂരിരുളിന്റെ താഴ്വരയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാൻ തോന്നിയാലും കർത്താവ് നല്ല ദീപമായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയം എന്റെ ഈ ചെറിയ സാക്ഷ്യം കേട്ടതായ പ്രിയപ്പെട്ടവരോട് ആമേൻ എനിക്ക് പറയുവാനുള്ളതാകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ. സ്തോത്ര. കഷ്ടത ഒരു ദൈവത്തിന്റെ പൈതലിനെ തളർത്തുന്നതല്ല. കഷ്ടത ഒരു ദൈവത്തിന്റെ പൈതലിനെ ശക്തിയുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. ആമേൻ. ധൈര്യമുള്ളതാക്കി മാറ്റും. ഉറപ്പുള്ളവരാക്കി മാറ്റും. ആകയാൽ വ്യത്യസ്തമായ രോഗങ്ങളോടോ പ്രയാസങ്ങളോടോ ആമേൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. കർത്താവിൽ മാത്രം അടിയുറച്ച് വിശ്വസിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദിവസം വരെ ആമേൻ. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മളെ എത്തിക്കുന്നത് വരെ നമ്മളെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു കർത്താവാണ്. പൗലോസ് ആ വചനം എഴുതിയത് വളരെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എഴുതിയത്. ഹല്ലേലൂയ. അതുപോലെ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ പ്രതികൂലത്തിന്റെ നടുവിലും ആമേൻ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ശബ്ദം കേട്ട്, ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ഹല്ലേലൂയ ആമേൻ ആ ഉറപ്പ് പ്രാപിച്ചിട്ട് നമ്മെ പോലെ കഷ്ടതയിലിരിക്കുന്ന അനവധി പേരെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ തരുമാറാകട്ടെ. എനിക്ക് പ്രകാരം സമയം അനുവദിച്ചു തന്ന പ്രിയ ബീന സിസ്റ്ററോടും ഈ പ്രയർ ഗ്രൂപ്പിനോടും ദൈവനാമത്തിലുള്ള നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുന്നുണ്ടാവും. താങ്ക് യു സിസ്റ്ററെ. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടായിരുന്നു, എങ്കിലും പെട്ടെന്ന് സാക്ഷ്യം നിർത്തി. എങ്കിലും സാരമില്ല. ഞങ്ങളുടെ നടുവിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താദാസിക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ജീവിതത്തിൻ്റെതായ ഓരോ നിമിഷങ്ങളിലെ കർത്താവ് കരം പിടിച്ചുയർത്തേണ്ടിയവരെ തന്റെ സമയത്ത് കരം പിടിച്ചുയർത്തും. എവിടെ തീച്ചൂളയുടെ നടുവിലൂടെ കടന്നു പോയാലും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അവൻ നമ്മെ തന്റെ ഹിതപ്രകാരമാക്കിയെടുക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തില്, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുക. ഈ കളിമണ്ണ് ഏത് തരത്തിലാക്കണമെന്ന് കുശവനാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലൊരു കുശവൻ മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മണ്ണ് കുഴച്ചുകൊണ്ടിരുന്നിടത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്ന ആഗതൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മണ്ണ് കുഴയ്ക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ ഈ മണ്ണിന്റെ മേളിൽ വടിയിട്ട് അടിക്കുക. ഈ കുശവൻ മണ്ണിന്റെ മുകളിൽ വടിയിട്ട് ഈ മണ്ണ് കുഴച്ചതിന് ശേഷം, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് ശേഷം മണ്ണ് അടി 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 അടി. അപ്പൊ ഈ ആഗതൻ ചോദിച്ചു, ഇതെന്ത് കളിയാണ്? ഈ മണ്ണിനിട്ട് ഈ അടി മുഴുവൻ എന്തിനാ അടിക്കുന്നതെന്ന്. അപ്പൊ കുശവൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം ഈ അടി തുടർന്നുകൊണ്ടിരുന്നു. ആഗതൻ വളരെ ആശ്ചര്യത്തോടുകൂടി അത് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ചില കുമളകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഈ കുമളകൾ കണ്ടപ്പോൾ ആഗതൻ ചോദിച്ചു, അയ്യോ ഇതെന്താ? ഈ മണ്ണ് കുഴച്ചു വെച്ചിട്ട് നിങ്ങൾ അടിച്ചടിച്ചടിച്ചടിച്ച് കുമളകൾ അതിന്റെ അകത്തുനിന്ന് ചാടുന്നത്. അപ്പോൾ കുശവൻ പറഞ്ഞു, ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇതിനെ അടിച്ചത് മൊത്തം. അദ്ദേഹം പറഞ്ഞു, ഈ കുമിളകൾ ഇതിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഈ മണ്ണ് കുഴച്ച് ഒരു പാത്രമാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ആ കുമിളകൾ ഇരിക്കുന്ന സ്ഥലം ശൂന്യമായിരിക്കും. ആ പാത്രം ഉപയോഗശൂന്യമായി പോകും. അതുകൊണ്ട് അടി കൊടുത്ത് ആ കുമിളകളെ മുഴുവനും പുറത്ത് ചാടിച്ചെങ്കിൽ മാത്രമേ ഈ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കിയാൽ പ്രയോജനമുള്ളൂ. അപ്പോഴാണ് ആഗതന് കാര്യം മനസ്സിലായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്തദാസി തന്റെ ജീവിതത്തിൽ കടന്നുപോയ തിക്തമായ അനേക അനുഭവങ്ങൾ, കർത്തദാസി പറഞ്ഞല്ലോ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ എന്ന്. പലതും നമുക്ക് പരസ്യമായിട്ട് പറയുവാൻ കഴിയാതിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പല അടികൾ കൊള്ളുന്നത് നമ്മുടെ ജീവിത അകത്തളത്തിലിരിക്കുന്ന ചില കുമിളകൾ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാനാ.
എന്തെന്നറിയാമോ? ആ പാത്രം അനേകിടങ്ങളിൽ ഒരു കൂജയായിട്ടും ഒരു ചട്ടിയായിട്ടും ഒരു കലമായിട്ടും ആ ഒരു ഫ്ലവർ വേഴ്സ് ആയിട്ടും പല വിധത്തിലുള്ള പല പല ഷേപ്പുകളുള്ള പാത്രമായിട്ട് അത് പുറത്തു വരുവാനായിട്ടാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മെ ഓരോരുത്തരെയും നല്ല കുശവനായ കർത്താവ് അടിക്കുന്നതിന്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യമാണ്. തന്റെ ദാസിയുടെ ജീവിതത്തിൽ കടത്തിവിട്ട പാതകൾ, റൊമാറ്റിക് ഫീവർ തന്നെ പിടിച്ചപ്പോൾ അനുഭവിച്ച കഷ്ടങ്ങൾ, അതിന്റെ വേദന എന്തെന്ന് ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അത്ര വലിയ വേദനയാ ഈ റൊമാറ്റിക്, ഈ ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത്. എങ്കിലും സ്വർഗത്തിലെ വലിയവനായ ദൈവം അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ ആ അടിയൊക്കെ കൊടുത്തത്. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ. കർത്തദാസി നമ്മുടെ നടുവിലേക്ക് കൊണ്ടുവന്ന അനേകായിരങ്ങൾക്ക് സാക്ഷ്യം ആമേൻ പങ്കുവെക്കേണ്ടതിന് മാത്രമല്ല, കർത്തദാസിയിൽ കൂടി ഒരു വലിയ ശുശ്രൂഷയുണ്ട്. അത് പുറത്ത് കൊണ്ടുവരണമെന്നുണ്ട് എങ്കിൽ ചെറുതും വലുതുമായ അടികൾ കൊണ്ടേ പറ്റൂ. അത് ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ തന്നെ ദാസിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് വെളിപ്പെട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള അടിയുടെ നടുവിലൂടെ കടന്നു പോയിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട. നമ്മെ നാളത്തേതിൽ ദൈവം ഒരു മാന്യതയുടെ അനുഭവത്തിൽ ഒരു തികഞ്ഞ കൈക്കിണങ്ങിയ ഒരു പാത്രമാക്കി മാറ്റുവാൻ എന്റെ ദൈവം വിശ്വസ്തന. അതുകൊണ്ട് കുശവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. താൻ കുഴച്ചെടുത്ത പാത്രം, തന്റെ കയ്യിൽ കുഴച്ചെടുത്ത മണ്ണ് താൻ പാത്രമാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ വേദന കൊണ്ട് പുളഞ്ഞായിരിക്കാം ഈ മണ്ണ് തെറിച്ചു പോയി കയ്യിൽ നിന്ന്. കുശവൻ എന്ത് ചെയ്തു? വീണ്ടും അതിനെ എടുത്തിട്ട് തനിക്ക് ബോധിച്ചതുപോലെ ഉണ്ടാക്കിയെന്ന ഒരു പാത്രം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഹൃദയത്തിന്റെ ആ യോഗ്യതയ്ക്കൊത്തവണ്ണം, അവന്റെ മാന്യതയ്ക്കൊത്തവണ്ണം, കർത്താവിന്റെ ഹൃദയത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം കർത്താവ് നമ്മളെ ആക്കി തീർക്കുന്ന നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾക്കായിട്ടാണ് നാം നമ്മെ സമർപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവരോടായിട്ട് ഞാൻ ഈ പകൽക്കാലത്തിങ്കൽ റിക്വസ്റ്റ് ചെയ്യുന്നു, കർത്താവിന്റെ ദാസിയെയും അവരുടെ വേലകളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ആരെങ്കിലും ഇന്ന് ഈ ശബ്ദത്തിന്റെ മുൻപിൽ നിരാശരായിരിക്കുന്നോ, രോഗിയായിരിക്കുന്നോ, ഭാരപ്പെട്ടിരിക്കുന്നോ, കർത്താവ് വിടിവിപ്പാൻ ശക്തനാണ്. നമുക്ക് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതിന് മുൻപായിട്ട് ഞാൻ എന്റെ പ്രേക്ഷകരോടായിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്നത് ആമേൻ കേട്ടുവിട്ടു പോകരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ കഷ്ടപ്പെടുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുവാൻ മറന്നു പോകരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമസൃഷ്ടങ്ങൾ ആരും നശിക്കരുത്. ആരെങ്കിലും ഒക്കെ ദൈവകൃപയിൽ കടന്നു വരട്ടെ. നിങ്ങൾ ആ കഴിയുന്ന നിലവാരത്തിൽ ഈ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഇടയാക്കണം. നമ്മുടെ കർത്തദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കഷ്ടതയിലായതേറെ ഗുണമായി എന്ന് ഇന്ന് പറയത്തക്ക നിലയിൽ കർത്താവ് ഞങ്ങളെ ആക്കി തീർത്തു. പലതിലും തിരിച്ചറിവില്ലാതിരുന്ന ഞങ്ങൾ കഷ്ടതയുടെ നെടുച്ചുഴിയിലൂടെ കടന്നുപോയപ്പോൾ, തീച്ചുളിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ കർത്താവെ മതിയഹോവേ എന്ന് പറയുവാൻ ഇടവരുത്തിയെങ്കിൽ ഇന്ന് പകൽവേളയെങ്കിൽ കർത്താവെ തന്റെ ദാസി ഇത്രത്തോളം ബലപ്പെടുത്തി നിർത്തി അങ്ങയുടെ കരത്തിനിണങ്ങിയൊരു ആയുധമായി, നല്ല മാന്യപാത്രമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായി. സ്തോത്രം. അതിശക്തമായി അങ്ങയുടെ അഭിഷിക്തിയെ കുടുംബമായി കരങ്ങളിൽ വഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, തന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഇതുവരെ നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി. തന്നിലൂടെ വാമൊഴിയായിട്ടും മരമൊഴിയായിട്ടും കർത്താവെ ചെയ്ത് എടുക്കപ്പെടുന്ന എല്ലാ വേലകൾക്കും എല്ലാ നന്മകൾക്കും ദൈവനാമത്തിന് മഹത്വത്തിനും കർത്താവെ തന്റെ ദാസി ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി. തുടർന്ന് കർത്താവെ ആത്മാർത്ഥതയോടെ അവിടുത്തെ വയലിൽ അധ്വാനിപ്പാൻ അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ വിശ്വസ്ത ദാസിയെ എന്നുള്ള വിളിക്ക് യോഗ്യയായി തീരുവാൻ പിന്നെയും ഇടയാക്കണം. അതിനുവേണ്ടി കർത്താവിനെ നിന്റെ ദാസിയെ ശക്തമായി കരങ്ങൾ വഹിക്കുകയും ആമേൻ അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുവാൻ ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിനായിട്ട് വളരെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ വചനദീപ്തി ഫെലോഷിപ്പിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ട് വേലകളെ മാനിക്കട്ടെ. കർത്താവിന്റെ വരവോളം
നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. മറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ.